ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ തികഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടുമുള്ള നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുള്ളത്. ഒട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞാനിതിനെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നേരിട്ട വിവേചനങ്ങൾ, നമുക്ക് നേരിട്ട അവഗണനകൾ, അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധം രൂപപ്പെടുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറും. കേരളത്തിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമ്പോൾ പെരിന്തൽമണ്ണയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു മെജോറിറ്റി ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പാർട്ടി പ്രവർത്തകർ കാണിച്ച അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ഓരോരുത്തരും സ്ഥാനാർത്ഥികൾ എന്ന പോലെ സ്ഥാനാർത്ഥികളായി തന്നെ അവരുടെ പ്രവർത്തനം. ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഓരോരുത്തരും അവരെ പ്രത്യേകം ഞാൻ പരാമർശിക്കുന്നത്, അവരൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെയാണോ പ്രവർത്തിച്ചത്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അതിനേക്കാൾ ഒരു പടി കൂടി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായ പൊതുപിന്തുണയോടെ അതുപോലെ ഇടതുപക്ഷ മനസ്സുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. വളരെ നല്ല മെജോറിറ്റിയോടുകൂടി തന്നെ വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരാശങ്കയില്ല, ഒരു ഉത്കണ്ഠയില്ല. നല്ലൊരു 5 വർഷം പെരിന്തൽമണ്ണയുടെ മുന്നിലുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇവിടെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും പടിപടിയായി നടപ്പാക്കാനുള്ള പ്രയത്നമായിരിക്കും ഉണ്ടാവുക. UDF അധികാരത്തിൽ വരുമ്പോൾ അതിനുള്ള പരിഗണനയും തീർച്ചയായിട്ടും പ്രത്യേകമായ ശ്രദ്ധയും പെരിന്തൽമണ്ണയ്ക്ക് ലഭിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ് എന്ന വിശ്വാസമാണ്. ഈ പെട്രോളിന് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.